ഇടെക് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറയുടെ കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ BLC, HLC അതുപോലെ തന്നെ WDR അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഇതുപോലെ തന്നെ ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന പല ക്യാമറകളിലും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പോൾ മിക്ക ക്യാമറകളിലും വരുന്നതാണ് മോഷൻ സെൻസർ ഉള്ള ക്യാമറകൾ. അതുകൂടാതെ തന്നെ മോഷൻ സെൻസർ വിത്ത് ഫ്ലാഷ് ലൈറ്റ്, പിന്നെ അതുകൂടാതെ തന്നെ മോഷൻ സെൻസർ വിത്ത് അലാം ഔട്ട്പുട്ട്, പിന്നെ അതുപോലെ ഈ ക്യാമറകളെല്ലാം കൺട്രോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ OSD, അതായത് ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഇതിൻ്റെ മെനുവിലേക്ക് നമുക്ക് കയറി ക്യാമറയിലെ പാരാമീറ്റേഴ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള പല ക്യാമറകളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ മോഷൻ ബേസ്ഡ് ക്യാമറകൾ ഉപയോഗിക്കുന്നത് മോഷൻ എന്തെങ്കിലും നടക്കുമ്പോൾ അത് കറക്റ്റായിട്ട് DVRലേക്ക് അത് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നു, അവിടെ അത് റെക്കോർഡാവും. ആ ഒരു വീഡിയോ നമുക്ക് ഒരു ഇവൻ്റായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും, പഴയ നേരത്തെ ഉണ്ടായിരുന്ന DVRലൊക്കെ മോഷൻ ബേസ്ഡ് റെക്കോർഡിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതും ഈ ക്യാമറയിൽ ഇതിൽ കൂടെ ഉണ്ടാകുന്ന റെക്കോർഡിങ് തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ളൊരു ഇതുണ്ടാവും. അപ്പം DVRൽ സാധാരണ രീതിയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ അനലൈസ് ചെയ്തിട്ടുള്ളൊരു മോഷൻ റെക്കോർഡിംഗ് ആണ്. വീഡിയോ അനലൈസ്ഡ് മോഷൻ റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ ഒരു മൊത്തം ആ ക്യാമറയിൽ നിന്ന് വരുന്ന വീഡിയോനെ അനലൈസ് ചെയ്തിട്ട് അതിലെവിടെയെങ്കിലും ഒരു മോഷൻ നടക്കുന്ന സമയത്ത് അതിനൊരു ഇവൻ്റായിട്ട് അത് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും മോഷൻ റെക്കോർഡിംഗ് ഇടുമ്പോൾ ഏരിയ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. DVRൽ നമുക്ക് ഇന്ന ഏരിയയിലെ മോഷൻ നടക്കുമ്പോൾ സാധാരണ ആരും അങ്ങനെ അധികം ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കാണുന്ന മൊത്തം ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു മോഷൻ നടക്കുമ്പോഴാണ് നമുക്ക്, അല്ലെങ്കിൽ ചില ഏരിയയിൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മോഷൻ നടന്നാൽ അത് കിട്ടാതെ പോകും. അത് ആരും പ്രത്യേകിച്ചിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരെയുള്ള എന്തെങ്കിലും ഒരു ചെറിയൊരു അനക്കുണ്ടായാൽ പോലും മോഷൻ ഡിറ്റക്ട് ചെയ്ത് റെക്കോർഡിംഗ് ആവും. അപ്പോൾ അതിൽ ഫോൾസ് ഡിറ്റക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് ഉപകാരമില്ല എന്നല്ല പറയണേ, പക്ഷേ സെൻസിറ്റിവിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയയിലൊക്കെ ഫോൾസ് ഡിറ്റക്ഷൻ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ക്യാമറയിൽ കൂടെ ആകുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ ക്യാമറയിലെ PIR മോഷൻ ബേസ്ഡ് റെക്കോർഡിംഗ് ആകുമ്പോൾ ഈ PIR മോഷൻ സെൻസറിന് ഒരു പരിധിയുണ്ട്. ഒരു 8 മീറ്ററാണ് ഏകദേശം ഒരു സെൻസ് ചെയ്യാനുള്ള ഏരിയ എന്നുണ്ടെങ്കിൽ ആ 8 മീറ്ററിൻ്റെ അകത്തുള്ള മോഷനാണ് ഇത് സെൻസ് ചെയ്യുക. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ചാൽ ഫോൾസ് ഡിറ്റക്ഷൻ റേറ്റ് കുറവായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മോഷൻ ബേസ്ഡ് റെക്കോർഡിങ്ങും ആ ഇവൻറ്റ് റെക്കോർഡിങ്ങും നമുക്ക് DVRൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഞാനൊരു മോഷൻ സെൻസറുള്ള ക്യാമറ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഒരു മോഷൻ സെൻസറുള്ള ക്യാമറ. ഇതാണ് ഈ മോഷൻ സെൻസർ എന്ന് പറയുന്നത്. ഇത് PIR മോഷൻ സെൻസറാണ്. ഇതിനൊരു 6 മുതൽ 8 മീറ്റർ വരെയൊക്കെ ആവും ഇതിൻ്റെ ഒരു സെൻസ് ചെയ്യാനുള്ള ദൂരപരിധി ഉണ്ടാവും. ഈ പരിധിക്കകത്ത് എന്തെങ്കിലും മോഷൻ ഉണ്ടാകുമ്പോഴാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് അത് ഡിറ്റക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു പരിധി വരെ ഫോൾസ് അലാംസ് അല്ലെങ്കിൽ ഫോൾസ് ഡിറ്റക്ഷൻ റേറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ മോഷൻ ബേസ്ഡ് ക്യാമറ കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഇതുപോലെ തന്നെ മോഷൻ സെൻസർ ഉണ്ടാവും, പ്ലസ് ഒരു ഫ്ലാഷ് ലൈറ്റ് ഉണ്ടാവും. അപ്പോൾ എന്താ ഫ്ലാഷ് ലൈറ്റിൻ്റെ ഗുണം? ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഒരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഫ്ലാഷ് ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുറച്ചും കൂടി സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ഒരു ഓപ്ഷനാണത്. ഓക്കെ, PIR മോഷൻ സെൻസർ വിത്ത് ഫ്ലാഷ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം ആ ഫ്ലാഷ് ലൈറ്റ് ഇപ്പോൾ ഒരാൾ പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മോഷൻ ഉണ്ടാകുന്ന സമയത്ത് ആ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇതുപോലെ തന്നെ നെക്സ്റ്റ് ലെവലിൽ വരുന്നത് മോഷൻ സെൻസർ വിത്ത് അലാം ഔട്ട്പുട്ട്. മോഷൻ സെൻസറിനെ ബേസ് ചെയ്തിട്ട് ഒരു അലാം ഔട്ട്പുട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ മോഷൻ ബേസ്ഡ് അലാം ഔട്ട്പുട്ടുള്ള ക്യാമറ ഉപയോഗിച്ചിട്ട് അലാം ഔട്ട്പുട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ലൈറ്റോ ഒരു ആ ക്യാമറ വെച്ച ഒരു ഏരിയയിൽ കുറച്ച് ലൈറ്റ് നമുക്ക് ഓണാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മോഷൻ നടക്കുന്ന സമയത്ത് ആ ലൈറ്റുകൾ ഓണാക്കാം. അതുകൂടാതെ തന്നെ നമുക്കിപ്പോൾ ഇനിയിപ്പോൾ അതല്ല ഒരു ഹൂട്ടറാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു സൈറനാണ് നമുക്ക് ഓൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്യാമറകളുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. അതുകൂടാതെ പിന്നെ വരുന്ന ഒരു സംവിധാനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ OSD എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് വരുമ്പോൾ ഇതെല്ലാം കൺട്രോൾ ചെയ്യണം ക്യാമറകളിൽ. കാരണം ക്യാമറയ്ക്കകത്താണ് ഈ സംവിധാനങ്ങൾ വരുന്നത്. അപ്പോൾ ക്യാമറയിലെ സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഓപ്ഷനാണ് OSD എന്ന് പറയുന്നത്, ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ പാരാമീറ്റർ ഇപ്പോൾ ക്യാമറയിൽ നമുക്ക് ക്യാമറയുടെ ബ്രൈറ്റ്നസ്, ക്യാമറയുടെ അതുപോലെ തന്നെ എക്സ്പോഷർ, അത് നേരത്തെ പറഞ്ഞ പോലെ WDR, BLC, HLC അങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ ഗെയിന്, നോയ്സ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്.
വൈറ്റ് ബാലൻസ് നമുക്ക് ചെയ്യാം, കളർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ക്യാമറ, ഒരു പർട്ടിക്കുലർ ക്യാമറയിൽ അവിടെ എന്തെങ്കിലും കളർ കറക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യാമറയിൽ നമുക്ക് ചെയ്യാം. അല്ലാതെ DVR-ലെല്ലാം നമ്മൾ ചെയ്യുന്നത് ക്യാമറയിൽ ചെയ്യാം. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഓപ്ഷൻ, ഇപ്പോൾ അലാം ഔട്ട്പുട്ട് വരുമ്പോൾ അതിൻ്റെ സെറ്റിങ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഈ OSD നമുക്ക് ഉപയോഗിക്കാം. HD-യിൽ വന്ന ഒരു സെക്കൻഡ് വേർഷന് ശേഷമുള്ള മിക്ക ക്യാമറകളും OSD അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സുകളുള്ള ക്യാമറകളും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ ഇനിയും പലതരം ഫീച്ചേഴ്സുകളുള്ള ക്യാമറകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.